ഡിയേഴ്സ്, ടീച്ചർ എന്ന് വന്നിരിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 8th ചാപ്റ്ററായ മൂൺ ആൻഡ് സ്റ്റാർസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അത് കാണാത്തവർ ടീച്ചർ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അത് നിങ്ങൾ കാണുക. ഓക്കെ. ദെൻ സെലഷ്യൽ ഫ്രണ്ട്സ്. എന്താണ് സെലഷ്യൽ ഫ്രണ്ട്സ്? മാനത്തെ ചങ്ങാതിമാർ അല്ലേ? മാനത്ത് ആരൊക്കെയുണ്ട് നമ്മളിപ്പോൾ പഠിച്ചു. മൂണിനെ കുറിച്ച് ഇതൊക്കെ പഠിച്ചു, മൂണിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അതിൻ്റെ റെവല്യൂഷനും റൊട്ടേഷനും ഒക്കെ പഠിച്ചു. പിന്നെ എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ നമ്മൾ ചെയ്തു. ദെൻ ഇനി സെലഷ്യൽ ഫ്രണ്ട്സ് എന്താണ്? മാനത്തെ ചങ്ങാതിമാർ അല്ലേ? വേറെ മാനത്തെ ആൾക്കാരുണ്ട് അല്ലേ? ഡു യു സീ ഓൺലി ദ മൂൺ ഇൻ ദ സ്കൈ അറ്റ് നൈറ്റ്? രാത്രി മാനത്ത് നോക്കുമ്പോൾ മൂണിനെ മാത്രം നമ്മൾ കാണുന്നത്, ചന്ദ്രനെ മാത്രമാണ് കാണുന്നത്. വാട്ട് ആർ ദ അതർ തിങ്സ് യു സീ? മറ്റെന്തെല്ലാം നിങ്ങൾ കാണാറുണ്ട്? എന്തൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ സ്കൈയിലേക്ക് നോക്കിയാൽ? യെസ്, സ്റ്റാർസ് കാണുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ കാണുന്നത്? ഒക്കെ എഴുതുക കേട്ടോ. ഹൗ ഇൻട്രസ്റ്റിംഗ് ഇറ്റ് ഈസ് ടു വാച്ച് ദ സ്റ്റാർസ് ഓൺ എ ക്ലിയർ സ്കൈ അറ്റ് നൈറ്റ്. ആർ ദേ ഓൾ ഓഫ് ദ സെയിം കളർ? വാട്ട് ആർ ദ കളേഴ്സ് ഓഫ് ദ സ്റ്റാർസ് യു സീ? ഡോണ്ട് യു സീ dim as well as bright stars? How many stars in the sky can you count at a time? With the help of reading notes, record your findings in the science diary. എന്താണ്? നമ്മൾ തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാൻ എന്ത് രസമാണ് അല്ലേ? എല്ലാം ഒരേ നിറമാണോ? എന്തെല്ലാം നിറങ്ങളിലാണ് നക്ഷത്രങ്ങളെ കാണുന്നത്? തിളക്കം കുറഞ്ഞ നക്ഷത്രങ്ങളും തിളക്കം കൂടിയ നക്ഷത്രങ്ങളും കാണാറില്ലേ? ഒരേ സമയം ആകാശത്ത് എത്ര നക്ഷത്രങ്ങൾ എണ്ണാനാകും? വായനാക്കുറിപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തലുകൾ നിങ്ങൾ എന്താക്കുക? നിങ്ങളെ സയൻസ് ബുക്കിൽ എഴുതുക കേട്ടോ. നോക്കൂ, lo the innumerable stars അല്ലേ? എത്ര നക്ഷത്രങ്ങൾ അല്ലേ? We can see around 3000 stars at a time if we observe the sky from a dark place. Due to the earth's rotation, the stars appear to rise and set. Hence you can see around 6000 stars if you observe the sky throughout the night. Lakhs of stars can be seen if observed through a telescope. There are many crores of stars in the universe. അല്ലേ? നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം 3000 നക്ഷത്രങ്ങൾ കാണാം. ഭൂമിയുടെ റൊട്ടേഷൻ, ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു, റൈസ് ചെയ്യും സെറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങൾ കാണാനാകും. ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ടെലസ്കോപ്പ്, അതായത് ഒരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ എന്താ? ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം. അനേകം കോടി നക്ഷത്രങ്ങൾ ഈ യൂണിവേഴ്സിലുണ്ട് അല്ലെ? ഈ പ്രപഞ്ചത്തിലുണ്ട് അല്ലെ? ഒരുപാട് നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ഈ യൂണിവേഴ്സിൽ അല്ലെ? ഷേപ്പ് ഓഫ് സ്റ്റാർസ്. ഇനി നക്ഷത്രങ്ങളുടെ ആകൃതി. എല്ലാ നക്ഷത്രങ്ങളുടെ ആകൃതിയും ഒരുപോലെയാണ് മക്കളെ? ആണോ? നോക്കാം നമുക്ക്. ഡ്രോ ദ പിക്ചർ ഓഫ് എ സ്റ്റാർസ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതിയ ഒരു നക്ഷത്രത്തിന്റെ ചിത്രം വരയ്ക്കുക. നിങ്ങൾ പുസ്തകത്തിൽ എന്താ? ഒരു നക്ഷത്രത്തിന്റെ ചിത്രം വരയ്ക്കുക. കമ്പയർ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ വിത്ത് ദാറ്റ് ഓഫ് യുവർ ഫ്രണ്ട്സ്. വിത്ത് വിച്ച് ഷേപ്പ് ഗിവൺ ഹിയർ ഡസ് യുവർ ഡ്രോയിങ് മാച്ച്? എന്താണ്? നിങ്ങൾ വരച്ച ചിത്രം കൂട്ടുകാർ വരച്ചതുമായി താരതമ്യം ചെയ്യുക, കമ്പയർ ചെയ്യുക. ചിത്രത്തിൽ സൂചിപ്പിച്ച ഏത് രൂപത്തിനോടാണ് നിങ്ങൾ വരച്ചത് യോജിക്കുന്നത്? ഈ ചിത്രത്തിൽ ഇതാ 1 2 3 4 5 6 തന്നു അല്ലേ? ഇത് നിങ്ങൾ വരച്ചതായിട്ട് താരതമ്യം കമ്പയർ ചെയ്തിട്ട് ഇത് സെയിം ആയിട്ടുള്ള ഏതാണ്? ഇതിലേതെങ്കിലും ഉള്ള രൂപത്തിലാണ് നിങ്ങൾ വരച്ചിരിക്കുന്നത്? The sun, the moon and the stars are all celestial spheres. In which shape do we draw a full moon? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം എന്താണ്? ഗോളങ്ങളാണല്ലോ അല്ലെ? പൂർണ്ണ ചന്ദ്രനെ നാം ഏത് ആകൃതിയിലാണ് വരയ്ക്കാറുള്ളത്? ഏത്? ഫുൾ റൗണ്ട് അല്ലെ? സർക്കിൾ അല്ലെ? If so, don't you think the sun and stars should be drawn in the same shape? അപ്പോൾ സൂര്യനെയും നക്ഷത്രങ്ങളെയും അതേ ആകൃതിയിൽ തന്നെയല്ലേ വരയ്ക്കേണ്ടത്? Stars are self-luminous celestial bodies. എന്താണ്? സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് എന്ത്? സ്റ്റാർസ്. നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് സ്റ്റാർസ് എന്ന് പറയുന്നത്. The rays of light from the stars undergo continuous change in its direction while traversing through various layers in the atmosphere. This is why stars appear to twinkle. എന്താണ്? ഈ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് എന്ത്? നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം ഈ അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി
ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി കാണുന്നത്. അപ്പൊ നക്ഷത്രങ്ങൾ എന്തുകൊണ്ടാണ് മിന്നുന്നത് മനസ്സിലായോ? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ the rays of light from the stars undergo continuous change in its direction while traversing through various layers in the atmosphere. This is why stars appear to twinkle. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശ ലൈറ്റ് അന്തരീക്ഷത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ വിവിധ ലെയേഴ്സിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായ എന്താണ് ഈ ചേഞ്ചസ് ഇറ്റ്സ് ഡയറക്ഷൻ, നിരന്തരമായ ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് എന്ത് ഈ നക്ഷത്രങ്ങൾ സ്റ്റാർസ് അപ്പിയർ ടു ട്വിങ്കിൾ, ഇങ്ങനെ മിന്നുന്നതായി തോന്നുന്നത്. മനസ്സിലായല്ലോ? ഈ സൈസ് ഓഫ് സ്റ്റാർസ്, നക്ഷത്രങ്ങളുടെ വലുപ്പം. നക്ഷത്രങ്ങളുടെ വലുപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ദൂരത്തേക്ക് നോക്കിയാൽ എന്താ ചെറിയ കുഞ്ഞല്ല കാണാൻ പറ്റുന്നത് അല്ലെ? Which stars is the nearest to the earth? അതിന്റെ വലുപ്പം നോക്കണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലെ? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണെന്ന് അറിയോ? How big does the sun appear to us? Is the sun bigger than the earth? അല്ലെ? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനെ നാം എത്ര വലുപ്പത്തിലാണ് കാണുന്നത്? സൂര്യന് ഭൂമിയേക്കാൾ വലുപ്പമുണ്ടോ? സൂര്യന് ഭൂമിയേക്കാൾ വലുപ്പമുണ്ടോ? Analyze the following figure. ഈ ഫിഗർ ഒന്ന് നോക്കിയേ സണ്ണാണ് ഇത് കാണുന്നത് അല്ലെ? അതിന്റെ ഒരു ഭാഗം എർത്ത് നോക്കിയേ, കണ്ടോ? ഈ എർത്തിലാണ് നമ്മൾ ഉള്ളത് അല്ലെ? എർത്ത് ആണെങ്കിൽ ഇതാ ഒരു ഡോട്ട് പോലെ, ഇപ്പൊ സണ്ണാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ? ഇത്രയും വലുപ്പമാണ് അല്ലെ? പിന്നെ അതുപോലെ സണ്ണൊരു സ്റ്റാർ ആണ് കേട്ടോ മക്കളെ. സണ്ണൊരു സ്റ്റാർ ആണ്. സ്വയം പ്രകാശിക്കുന്ന ഒക്കെ എന്താണ്? സ്റ്റാർസ് ആണ് നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ സണ്ണൊരു സ്റ്റാർ ആണ് അല്ലെ? നോക്കൂ, the sun is a star that can hold about 12 lakh earths within it. എന്താണ്? 12 ലക്ഷം 12 ലാക്ക് ഭൂമികളെ ഉൾക്കൊള്ളാൻ വലുപ്പമുള്ള നക്ഷത്രമാണെന്ത്? സൂര്യൻ. എന്താണ്? 12 ലക്ഷം ഭൂമികളെ 12 ലാക്ക് എർത്തുകളെ ഉൾക്കൊള്ളാൻ വലുപ്പമുള്ള നക്ഷത്രമാണ്, ഒരു സ്റ്റാർ ആണെന്ത്? സണ്ണ്. മനസ്സിലായല്ലോ? ഡു യു ഓൾസോ ഷെയർ ദ ചൈൽഡ്സ് ഡൗട്ട്? എന്താ ഈ ചൈൽഡിന്റെ ഡൗട്ട് എന്താണ്? ഹൗ ബിഗ് ഈസ് അവർ സൺ? ആർ ദർ സ്റ്റാർസ് ബിഗർ ദാൻ ദ സൺ? എന്താണ്? നമ്മുടെ സൂര്യനെ എത്ര ഇതോ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ഉണ്ടോ? നമ്മുടെ സൂര്യൻ എത്ര വലുതാണല്ലേ? അപ്പൊ സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ഉണ്ടോ എന്നാണ് കുട്ടിയുടെ ഡൗട്ട്. ഡു യു ഓൾസോ ഷെയർ ദ ചൈൽഡ്സ് ഡൗട്ട്? എന്താണ് കുട്ടിയുടെ സംശയം? നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? Take a look at the figures showing a comparison of the size of the stars തിരുവാതിര and the sun. നോക്കൂ, തിരുവാതിര നക്ഷത്രത്തിന്റെയും സൂര്യന്റെയും വലുപ്പം താരതമ്യം ചെയ്യുന്ന ചിത്രം നോക്കൂ. സണ്ണാണിത്. തിരുവാതിര നക്ഷത്രം നോക്കിയേ. ഇത് നേരത്തെ എർത്തിനെ നമ്മൾ കണ്ടില്ലായിരുന്നോ? എർത്തിന്റെ ഇതെന്താ നോക്കിയേ? എർത്ത് ഒരു ഡോട്ട് അല്ലെ? അപ്പൊ സണ്ണാണെങ്കിൽ അതിന് വലുത് 12 ലക്ഷം എർത്തുകളെ കൊള്ളുന്നതാണ് സണ്ണ്. എന്നിട്ട് ആ സണ്ണിനെയാണ് ഇവിടെ കാണിക്കുന്ന ഒരു ഡോട്ടായിട്ട്. അപ്പൊ തിരുവാതിര എന്തോരം വലിയ ഇതാണ് അല്ലെ? തിരുവാതിര സ്റ്റാർസ് അല്ലെ? ദ സൈസ് ഓഫ് സ്റ്റാർസ് ആർ സംതിങ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ അല്ലെ? നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലുതാണ് എന്ത്? സ്റ്റാർസ് അല്ലെ? Despite being so big, why do the stars appear small in size? Haven't you seen aeroplanes in the sky? ഇത്രയും വലുതായിട്ട് നക്ഷത്രങ്ങൾ എന്തേ ചെറുതായി കാണുന്നത്? നമുക്ക് ഇത്രയും വലുതാണ് ഈ നക്ഷത്രങ്ങളൊക്കെ. പക്ഷെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോ എന്താണ്? ഈ നക്ഷത്രങ്ങളൊക്കെ കുഞ്ഞതായിട്ടാ തോന്നുന്നില്ലേ? സ്മോൾ ഇൻ സൈസ് ആ തോന്നുന്നല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? നിങ്ങൾ ഈ എന്താണ് ആകാശത്ത് പറക്കുന്ന വിമാനം കണ്ടിട്ടില്ലേ? ഈ വിമാനം എന്തോ ഒരു വലുപ്പമുണ്ട്. പക്ഷെ കുറച്ച് അതിനാത്ര ദൂരമൊന്നുമില്ല വിമാനം നമ്മളായിട്ട് അകലം പാലിച്ചു പോകുന്നത് അല്ലെ? എന്നിട്ട് നമുക്ക് എന്താണ് ചെറുതായിട്ടാ തോന്നുന്നത് അല്ലെ? അപ്പൊ എന്താണ്? എത്രയോ ദൂരം, കോടിക്കണക്കിന് ദൂരം ഉള്ള ആ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് എന്താ സ്മോൾ ഇൻ സൈസ്ഡ് ആയിട്ടാണ് തോന്നുക അല്ലെ? മോസ്റ്റ് ഓഫ് ദ എയറോപ്ലെയിൻസ് യു സീ യൂഷ്വലി ക്യാരി ഓൺ ബോർഡ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. എന്താണ്? ധാരാളം ആളുകൾ കയറുന്ന വിമാനങ്ങളാണ് നിങ്ങൾ കാണുന്നതിൽ ഏറെ ഇല്ലേ? ഒരുപാട് ആൾക്കാർ കയറുന്ന വിമാനങ്ങളിൽ നമ്മൾ ആകാശത്തൂടെ പറക്കുന്നത് കാണാം അല്ലെ? But when they go up a few kilometers, don't you see them diminished in size? You might have now realized why the stars which crores of kilometers away appear small in size. എന്താണ്? ഏതാനും കിലോമീറ്ററുകൾ ഉയരത്തിൽ പറക്കുമ്പോൾ തന്നെ വിമാനങ്ങൾ വളരെ ചെറുതായല്ലേ കാണുന്നത്? അപ്പൊ കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള നക്ഷത്രങ്ങൾ ചെറുതായി കാണുന്നതിനുള്ള കാരണം ബോധ്യമായല്ലോ അല്ലെ? നോക്കിയ ബ്രാക്കറ്റിൽ ഇതില് ബോക്സിൽ if someone makes a call from America, we can listen to it at the same time thanks to the existing modern technology. Apart from the sun, Alpha Centauri is a star closest to the earth. But if you make a telephone call from Alpha Centauri, which is sun's nearest star, it will take more than 4 years for the sound
to reach the earth. എന്താണ്? അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ കേൾക്കാനാവും അല്ലെ? എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം ഭൂമിയിലെത്താൻ 4 വർഷത്തിലധികം വേണ്ടിവരും. മനസ്സിലായോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താല് എന്താ നമുക്ക് അതേ സെക്കൻഡിൽ ഇവിടേക്ക് കേൾക്കാനാവും അല്ലെ? എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെന്റോറി എന്ന നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്താൽ ആ ശബ്ദം എന്താണ് ഭൂമിയിൽ എത്താൻ 4 വർഷത്തിലധികം വേണ്ടി വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? Then the picture book in the sky. എന്താണ്? ആകാശത്തിലെ ചിത്രപുസ്തകം അല്ലെ? Don't you feel like starting a friendship with the stars? എന്താണ്? നക്ഷത്രങ്ങളെ കൂട്ടുകാരാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? Don't you want to get to know them closer? നിങ്ങൾക്ക് അവയെ പരിചയപ്പെടേണ്ടേ? How would you distinguish the stars from one another, all of which look alike? എന്താണ്? കണ്ടാൽ ഒരുപോലെ തോന്നുന്ന നക്ഷത്രങ്ങളെ എങ്ങനെ തിരിച്ചറിയും? Try joining the dots from 1 to 7 continuously. What shape do you get? എന്താണ്? ഈ കുത്തുകൾ 1 മുതൽ 7 വരെ തുടർച്ചയായി യോജിപ്പിച്ച് നോക്കുക. ഏത് ആകൃതിയാ ലഭിക്കുക? This is a picture one gets when the 7 stars which appear moderately bright in the northern part of the sky are joined. The Westerners gave it name Big Dipper, meaning big spoon. We in India call them Saptarshis. We see them in the northern sky in the evening in the summer season. In the months of December and January, they are seen at midnight. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ 1 മുതൽ 6 വരെ 7 വരെയുള്ള ഈ കുത്തുകൾ നിങ്ങൾ എന്താണ് ഇങ്ങനെ യോജിപ്പിച്ച് നോക്കിയാൽ ഏത് ആകൃതിയെ ലഭിക്കാന്നാണ് അല്ലെ? അപ്പൊ എന്താണ്? സ്പൂണിന്റെ ആകൃതി ലഭിക്കും അല്ലെ? ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന ചിത്രമാണിത്. പശ്ചാത്യർ ഈ നക്ഷത്ര കൂട്ടത്തിന് വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേര് നൽകി. നാം ഭാരതീയർ ഇവയെ സപ്തർഷികൾ എന്ന് വിളിക്കുന്നു. വേനൽക്കാലത്ത് ഇവയെ സന്ധ്യക്ക് വടക്കം ആകാശത്ത് കാണാം. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവയെ അർദ്ധരാത്രിയോടെ കാണാവുന്നതാണ്. ഓക്കെ, ഈ നക്ഷത്രങ്ങൾ എന്താണ്? ഡിസംബറിൽ ജനുവരി മാസങ്ങളെ അർദ്ധരാത്രി കാണാം. അതുപോലെ വേനൽക്കാലത്ത് ഇവയെ സന്ധ്യക്ക് എന്താണ് വടക്ക് ആകാശത്ത് കാണാൻ കഴിയും. ഓക്കെ, ഇനി കോൺസ്റ്റലേഷൻസ്. എന്താണ് കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്? നക്ഷത്ര ഗണങ്ങൾ അല്ലെ? യു ആർ നൗ familiar with the Saptarshis. Similarly, constellations are groups of stars imagined into shapes by joining them together using lines. Can you find out any other shapes in the sky? Note it down in your science diary, giving it a suitable name. Let's familiarize ourselves with a few more similar shapes imagined by people who observed the sky in ancient times. എന്താണ്? ഇപ്പൊ സപ്തർഷികൾ എന്താന്ന് പരിചയപ്പെട്ടു അല്ലെ? ഈ സ്പൂണ് പോലെ നിൽക്കുന്നത് അല്ലെ? ഈ 7 ഇതായിട്ടുള്ള സ്റ്റാർസ് ആണ് അല്ലെ? അപ്പൊ സപ്തർഷികളെ പരിചയപ്പെട്ടു. ഇതുപോലെ ആകാശത്തെ എന്താണ് നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളാണിത് നക്ഷത്ര ഘടകങ്ങൾ. അപ്പൊ ഈ 7 എണ്ണത്തിന് എന്താണ്? ഏത് സ്റ്റാർസിനെയാണ് നമ്മൾ എന്താക്കിയത്? ചേർത്ത് വരച്ചത് അല്ലെ? അപ്പൊ ഒരു സ്പൂണിന്റെ ഷേപ്പ് വരും. അതിനാണ് സപ്തർഷികൾ എന്ന് പറയുക. അതുപോലെ എന്താണ്? ഇതുപോലെ ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളാണ് എന്ത്? നക്ഷത്ര ഗണങ്ങൾ, കോൺസ്റ്റലേഷൻസ് എന്ന് പറയുന്നത്. ആകാശത്ത് മറ്റേതെങ്കിലും രൂപങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താനാവുമോ എന്നാണ് ഈ നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതുക. രൂപത്തിന് യോജിച്ച ഒരു പേര് നൽകുക. ഇതുപോലെ ആദ്യകാലത്ത് ഏൻഷ്യൻ ടൈമിൽ ഈ വാന നിരീക്ഷണം നടത്തിയിരുന്നു. സ്കൈ നോക്കിയിരുന്നു അല്ലെ? അപ്പൊ ആ നടത്തിയ ആളുകൾ എന്താ സങ്കല്പിച്ച ചില രൂപങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒരന്ന് എന്താണ് ആൾക്കാർ വാന നിരീക്ഷണം നടത്തിയ സമയത്ത് ആളുകൾ സങ്കല്പിച്ച ചില രൂപങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ. കണ്ടോ? സ്റ്റാർസുകളാണ് അല്ലെ? അപ്പൊ ഒരു വരച്ചപ്പോ ഇങ്ങനെ രൂപം കിട്ടി. കണ്ടോ? ഇവിടെ ഈ രൂപം കിട്ടി അല്ലെ? ദിസ് ഈസ് എ കോൺസ്റ്റലേഷൻ ഓറിയോൺ അല്ലെ? എന്താണ്? വേട്ടക്കാരൻ. This is a constellations used by people in the past to a certain direction while traveling in deserts and sea. The line joining the head and the sword of Orion hunter reaches the polar star. എന്താണ്? പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമാണിത്. വേട്ടക്കാരന്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് എന്താണ്? ഈ പോളാർ സ്റ്റാറിലാണ്, ധ്രുവ നക്ഷത്രത്തിലാണ്. എന്താ പറഞ്ഞാൽ ഒന്നും കൂടി. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ എന്താണ്? ഡയറക്ഷൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്രമാണ്. ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണിത്. വേട്ടക്കാരന്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് എവിടെയാണ്?
ഈ ധ്രുവ നക്ഷത്രത്തിലാണ്, പോളാർ സ്റ്റാർസിലാണ്. These constellations can be seen after dusk in the months of January, February and March. തിരുവാതിര is a star in red color in Orion's right shoulder. എന്താണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. ഇതിന്റെ വലത് ചുമരിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണിത് തിരുവാതിര. അപ്പൊ ചുവന്ന ഈ നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ Cassiopeia is seen in the Cassiopeia is seen in the sky in the evening from October to December. എന്താണ് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാ സമയത്ത് വടക്കൻ ആകാശത്ത് ഈ കശ്യപ്പിയെ കാണാം. ഓക്കെ, ഇതാണ് കശ്യപ്പിയ. കണ്ടോ, ഇതാണ് കശ്യപ്പിയ. 1 2 3 4 5 അല്ലെ, ഇങ്ങനെ വരയ്ക്കുന്നത്. ഇതാണ് കശ്യപ്പിയ. ഇനി നോക്കിയ തേൾഡ് ആകൃതിയിൽ അല്ലെ, മലയാളം മന്ത്സ് ആൻഡ് കൺസ്റ്റലേഷൻസ്. എന്താ മലയാള മാസങ്ങളും എന്താണ് താരഗണങ്ങളും അല്ലെ. The figure shows a group of bright stars seen above us a little towards the south in the sky in the months of August and September. What shape do you obtain by joining the dots sequentially? The shape of this big scorpion is named Scorpius Vrishigam. It is also the name of Malayalam months. Likewise, there are 12 constellations imagined in the names of the 12 Malayalam months. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കു മാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ചിത്രത്തിൽ. ഇവയെ ക്രമമായി യോജിപ്പിച്ചപ്പോൾ എന്ത് രൂപ ലഭിച്ചത്? ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് എന്ത്? വൃശ്ചികം എന്ന് പറയുന്നത്. വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിന്റെ കൂടി പേരാണല്ലോ അല്ലെ. ഇതുപോലെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ധനു, വൃശ്ചികം, മകരം, മേടം, അങ്ങനെ കുറെ മാസങ്ങളുണ്ടല്ലോ. അതൊക്കെ ഓരോ സ്റ്റാർസ് ആയിട്ട് എന്താണ് മലയാള മാസങ്ങളുടെ ഒക്കെ പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ എന്താണ് ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇനി സ്റ്റാർ മാപ്പ്. എന്താണ് സ്റ്റാർ മാപ്പ്? നോക്കൂ, ഇവിടെ നോക്കൂ, സ്റ്റാർ മാപ്പ് ആണ് അല്ലെ, ചിത്രത്തിൽ കണ്ടില്ലേ. Aren't you eager to identify more stars? We can use a star map for this purpose. You have to look at it holding it upside down and in accordance with the direction above your head. On holding it upside down above the head with its north towards the north, we get the east-west direction correct. This map will help you to observe the evening sky from December to March. Likewise, there are star maps for each month and season. എന്താണ് കൂടുതൽ നക്ഷത്രങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതിന് നക്ഷത്ര മാപ്പ് ഉപയോഗിക്കാം. ഈ ദിശ അനുസരിച്ച് തലയ്ക്ക് മുകളിൽ കമിഴ്ത്തി പിടിച്ചാണ് നോക്കേണ്ടത്. എന്താണ് തലയ്ക്ക് മുകളിൽ കമിഴ്ത്തി പിടിച്ചാണ് ഈ ദിശ അനുസരിച്ച് നോക്കേണ്ടത്. വടക്ക് ദിശ വടക്കോട്ടും നോർത്ത് ഡയറക്ഷൻ നോർത്തിലോട്ടും വരത്തക്ക വിധം തലയ്ക്ക് മുകളിൽ കമിഴ്ത്തി പിടിക്കുമ്പോൾ എന്താണ് ഈ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ശരിയായി കിട്ടും. കിഴക്ക് പടിഞ്ഞാറ് ദിശകൾ ശരിയായി കിട്ടും. ഡിസംബർ മുതൽ മാർച്ച് വരെ മാസങ്ങളിലുള്ള സന്ധ്യാകാശം നിരീക്ഷിക്കാൻ ഈ മാപ്പ് നിങ്ങളെ സഹായിക്കും. ഇതുപോലെ ഓരോ കാലത്തേക്കും മാസത്തേക്കുമെല്ലാം പ്രത്യേക നക്ഷത്ര മാപ്പുകളുണ്ട്. ഇതുപോലെ നക്ഷത്ര മാപ്പുകൾ ഉണ്ട് കേട്ടോ. ഓരോ കാലത്തിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഒബ്സർവിംഗ് പ്ലാനറ്റ്സ്. ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പ്ലാനറ്റ്സ് അല്ലെ, ഗ്രഹ നിരീക്ഷണം. യു ഹാവ് ഓൾറെഡി ലേൺ അബൌട്ട് ദ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം. നിങ്ങൾ എന്താണ് സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. among them Mercury, Venus, Mars, Jupiter and Saturn can at times be seen in the sky with naked eyes. നമുക്ക് ചിലപ്പോ ആകാശത്ത് നോക്കിയാൽ ഈ സ്റ്റാർസിന് ഈ മൂണിന്റെ അടുത്തോ ഒക്കെ നമുക്ക് എന്താക്കാൻ പറ്റും? ഈ മെർക്കുറിയെയും വീനസിനെയും മാർസിനെയും ജൂപ്പിറ്ററിനെയും സാറ്റർനെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ ഗ്രഹങ്ങളെ ചില കാലങ്ങളിൽ രാത്രി ആകാശത്ത് എന്താണ് നമ്മളെ ഈ നേക്കഡ് അല്ലെ നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയും. പ്ലാനറ്റ്സ് ജനറലി ഡു നോട്ട് twinkle. Generally they appear bigger and brighter than the stars. അല്ലെ, എന്താണ് ഈ പ്ലാനറ്റ്സ് പൊതുവെ മിന്നുന്നില്ല അല്ലെ. നക്ഷത്രങ്ങളെക്കാളും കൂടിയ തിളക്കത്തിലും വലുപ്പത്തിലുമാണ് പൊതുവെ അവയെ കാണുന്നത് അല്ലെ. അങ്ങനെയല്ലേ നമ്മൾ സ്റ്റാറിനൊക്കെ ആകാശത്തേക്ക് നോക്കിയാൽ ഈ എന്താണ് ചിലപ്പോ ഈ മെർക്കുറി, വീനസ്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേണിനെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലെ. അപ്പൊ എന്താണ് ഇത് മിന്നുന്നില്ല അല്ലെ. ഈ നക്ഷത്രത്തിനേക്കാളും കൂടുതൽ തിളക്കത്തിലും വലുപ്പത്തിലുമാണ് നമുക്ക് പൊതുവെ ഈ പ്ലാനറ്റ്സിനെ കാണുന്നത്.
Try to familiarize yourselves with the stars and planets by organizing a sky watch program at the school. സ്കൂളിൽ ഒരു വാന നിരീക്ഷണ പരിപാടി സംഘടിപ്പിച്ച് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പരിചയപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ എടുത്ത കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇത് നന്നായി മനസ്സിലാക്കുക കേട്ടോ. സ്റ്റാർ മാപ്പ്, അതുപോലെ ഇതെന്താണ്, ഈ സ്റ്റാർസിന്റെ രൂപത്തിലുള്ള പല കോൺസ്റ്റലേഷൻസ് ഉണ്ട് അല്ലേ, അതൊക്കെ മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായി പഠിക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.